ഞാൻ ചിരിച്ച് പണ്ടാരമടങ്ങി. ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ. ഞാൻ മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇടുമ്പോൾ അത് പ്രിയപ്പെട്ട എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് നല്ല രീതിയിൽ തന്നെ അത് ഏറ്റെടുക്കാറുണ്ട്. നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ആ വീഡിയോകൾ ഷെയർ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു അടിപൊളി സാധനമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കാരണം നമുക്കൊക്കെ നമ്മുടെ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഒരാളെ കുറിച്ചിട്ട് പറയുമ്പോൾ അതിനൊരു പരിമിതിയും ഒരു പരിധിയൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടല്ലോ ഒരു പരിധിയില്ല, എടുത്തിട്ട് തൂക്കിയെടുത്തിട്ട് അലക്കാം. 2 ദിവസമായിട്ട് നമ്മളിപ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സത്യഭാമ എന്ന് പറയുന്ന ഒരു ഭദ്രകാളിയെ കുറിച്ചിട്ടാണ്. കാരണം ഇവർ കലാമണ്ഡലത്തിലെ കോപ്പാണ് കൊലോട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ ടീച്ചറാണ് പോലും, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, കറുത്തവനെയും വെളുത്തവനെയും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കറുത്ത കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയും നിങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന്. ഇത്രയ്ക്ക് ദുഷിച്ച മനസ്സുള്ള ഈ ഒരു സ്ത്രീനെ എങ്ങനെയാണ് ടീച്ചർ എന്ന് വിളിക്കാൻ സാധിക്കുക? കാരണം നമ്മുടെ കലാഭവൻ മണിയുടെ അനിയനായിട്ടുള്ള രാമചന്ദ്രൻ, അദ്ദേഹം അത്യാവശ്യം ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. ഈ ഭദ്രകാളി അമ്മയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല എന്നുള്ളതാണ്. രാമചന്ദ്രനെ പോലുള്ള ഒരാൾ ഈ പറയുന്ന നൃത്തമൊക്കെ കളിച്ചപ്പോഴത്തേക്ക് ഇവർക്ക് അങ്ങോട്ട് സൂചിച്ചില്ല. കാരണം ഇവരെക്കാട്ടിയൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിലാണ് രാമചന്ദ്രൻ നൃത്തം കളിച്ചത്. അനുകൂലമായിട്ട് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. ഭദ്രകാളിയായിട്ടുള്ള ഈ പിഴച്ച തള്ളയെ പച്ച തെറി വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓരോ മേഖലകളിൽ നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കലാമണ്ഡലം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതെടുത്തങ്ങ് ദൂരെ കളയണം. 10-65 വയസ്സുണ്ട്, മരിക്കാനായിട്ട് കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഈ ഒരു പെണ്ണുമ്പിള്ളയുടെ മനസ്സിൻ്റെ, അവരുടെ മനോവികാരം ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്രത്തോളം ഉണ്ടെന്ന്. ഇവരുടെയൊക്കെ മനസ്സിൽ ഉള്ള ആ ഒരു ജാത്യത ഉണ്ടല്ലോ. ഇവർ പുറമെ വെളുപ്പാണെങ്കിലും ഉള്ളു താറിനെക്കാട്ടി കറുപ്പായിരിക്കും ഇവർക്ക്. കാരണം അത്രത്തോളം വൃത്തികെട്ട ഒരു മനസ്സിനുടമയാണ് ഈ പറയുന്ന സത്യഭാമ എന്നൊക്കെ പറയാനേ ഉള്ളൂ. സത്യഭാമ എന്നല്ല, സത്യകാളി എന്നൊക്കെ വേണം നമുക്ക് ഇവരെ വിളിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാനൊരു വീഡിയോ കണ്ട് സത്യം പറയാമല്ലോ ചിരിച്ച് ഞാൻ പണ്ടാരം അടങ്ങി. കാരണം ഇതുപോലൊരു മറുപടി ഇനി സ്വപ്നങ്ങളിൽ മാത്രമേ ഇവർക്ക് കിട്ടത്തുള്ളൂ. നല്ല കണക്കിന് വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഏതോ തിരുവനന്തപുരത്തുള്ള ഒരു മനുഷ്യനാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ആ രീതി ഉണ്ടല്ലോ, പറഞ്ഞൊരു രീതി അത് മാസാണ് കേട്ടോ. ആ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അയക്കുന്ന ഓരോ കമൻറ്റും ഈ സത്യഭാമ എന്ന് പറയുന്ന ഈ ഭദ്രകാളിയുടെ ചെകിട്ടത്തടിക്കുന്ന ആകട്ടെ എന്ന് മാത്രമേ എനിക്ക് ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. കാരണം ഇപ്പോൾ പല മേഖലയിൽ നിന്ന് ഇവരെ എടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും. അക്കൂട്ടത്തിൽ നമുക്ക് പറയാനുള്ള പരിമിതി ഉള്ളതുകൊണ്ട് എന്താ ഒരു പരിമിതി ഇല്ലാത്ത ഇതുപോലുള്ള ആൾക്കാർ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ആ വീഡിയോയുടെ റിയാക്ഷൻ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണുക. പോവാം. എന്തൊരു ചൂടായത് വെളിയുണ്ടോ? അതല്ലേ മറ്റേ കലാഭവ മണിയുടെ അനിയൻ രാമകൃഷ്ണൻ. കലാമണ്ഡലം അവള് പഴയ തമ്പുരാട്ടിയാണ് കേട്ടോ. അതിന്റെ ഒലിപ്പ് ഇതുവരെ തീർന്നില്ല. അവൾക്ക് കറുത്ത ആൾക്കാരെ കാണുമ്പോൾ കാടി കുറച്ച് കൂടുതലാണ്. ഇങ്ങനെയുള്ള ചില കണ്ടാറുകളിലാണ് നമ്മളെ സാംസ്കാരിക ഉന്നയിലെ വലിയ പോളകൾ. അയ്യോ, അത് അവിടെ പണ്ടേ ഉണ്ട്. ആ കുണ്ണാമണ്ഡലം, എന്തേലും പരിമണ്ഡലം, അത് വന്ന കാലം മുതൽ അവിടെ തന്നെ. എനിക്കറിയാന്ന് പറയാൻ പറഞ്ഞില്ല. ചെങ്കച്ചുള്ളയിലുള്ള 5-6 പയ്യന്മാര് പഠിക്കാൻ പോയി. അവര് ഹരിജനങ്ങളാണ്. അവരെ അവിടെ ഇട്ട് ഓമാര് കഷ്ടപ്പെടുത്തി മുറിക്കകത്ത് കയറ്റി ഈടിയും ബഹളമായിരുന്നു. ഇന്ന വാദ്യം ഇന്ന ആളെ അടിച്ചാലേ അത് പൂഞ്ചുള്ളൂ എന്നുള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിക്കൊണ്ടുവന്നു. ചുമ്മാ ഇരുന്ന് കുണയ്ക്കാമല്ലോ. ഇവർക്കൊക്കെ ആ എറണാകുളത്ത് അവിടെയൊക്കെ വെള്ളപ്പൊക്കം വന്നപ്പോഴും വേണ്ട, ഇടിക്കും വേണ്ട, മഴയ്ക്കും വേണ്ട, കാലനും വേണ്ട, കലാമണ്ഡലത്തിനും വേണ്ട. അങ്ങനെയുള്ള ഒരു കറുത്തവര് വിരിച്ചു വെച്ചാലേ അവർക്ക് കുഴപ്പമുള്ളൂ. വെളുത്തവര് വിരിച്ചു വെച്ചാൽ അവർക്ക് ഒരു കുഴപ്പവും ഇല്ല. അതും ഇലക്ഷൻ അടുത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള മുമ്പേ ഡയലോഗായിട്ട് ഈ കണ്ടങ്കാളി എന്തിരി ഭാമ കലാമണ്ഡലം കണ്ടങ്കാളി ഭാമ ഇതിനൊക്കെ മറുപടി പറയാനോ എടുക്കാനോ ഒന്നും ആരുമില്ല കേട്ടോ. യാശാനെറ്റിൽ കണ്ട യാശാനെറ്റ് പോയി വിശാലമായിട്ട് കൊടുത്തു കേട്ടാ. അത് സമ്മതിക്കണം. ഞാൻ അതേ കണ്ടുള്ളൂ. മറ്റേ രാവിലെ ഇത് പറയണല്ലേ സുപ്രഭാതോ എന്തോ അവൻ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മീഡിയക്കാരും കൂടെ ഇളവണം. ബാക്കിയുള്ളവര് ഹരിജൻ സമുദായത്തിലുള്ള എല്ലാരും കൂടെ ഇളവിയാലേ അവളെ കവട്ട മാത്രമല്ല മാപ്പിളമാരൊക്കെ കാണുന്നത്. അവളെ കണ്ടാലേ അറിയാടാ. 101 വെടിയില് കടം ചെയ്യണ ഐറ്റമാണത്. നമ്മൾ കുണയ്ക്കും.
ഇങ്ങനെയുള്ള കാര്യത്തിൽ കയറി ഇവർക്ക് ഇതൊക്കെ പറയാമെങ്കിൽ എനിക്കും പറയാം. ഇന്ത്യയിലെ ഏതൊരു പൗരനും ഇവക്കെതിരെ പറയാം. അതിൽ വരുന്ന പറികൾക്ക് നമ്മൾ സമാധാനം ബോധിപ്പിച്ചു കൊള്ളാം. എന്തായാലും തൂക്കിക്കൊല്ലൂലല്ലോ. ഈ കാളിയെ പറഞ്ഞെന്നും പറഞ്ഞു. ബാമാക്കാളി, ഭദ്രകാളി അമ്മേ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ബാമാക്കാളി എന്ന് പറഞ്ഞു പുതിയ ഒരു കാളി. ചൂടെടുത്ത് വയ്യ, മതി. എന്താണേലും ഇതിലും നല്ലൊരു മറുപടി ഇനി ഈ പറയുന്നതാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ ഭാമാക്കാളിക്ക് കൊടുക്കാനില്ല. പുറമെ ഇച്ചിരി വെളുപ്പും എന്തോ 10-65 വയസ്സുണ്ട്, പുറമെ ഇച്ചിരി വെളുപ്പൊക്കെ ഉണ്ട്, അത്യാവശ്യം കുറച്ച് മുടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചിട്ട് നടക്കുന്ന ഈ ഭാമാക്കാളിക്ക് ഇതിൽ നല്ല മറുപടി ഇനി ആര് കൊടുക്കാനാണ്? എന്തായാലും ഇദ്ദേഹത്തിന് ഞാൻ വലിയൊരു സല്യൂട്ട് കൊടുക്കുക. കാരണം ഇതുപോലുള്ള വിഷയങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുമ്പോഴാണ് നമുക്ക് ഇവരെ പോലുള്ള ആൾക്കാരോടൊക്കെ ചില ബഹുമാനങ്ങൾ തോന്നിപ്പോകുന്നത്. ഗംഭീരമായിട്ടുള്ളൊരു സാധനം, അത്യാവശ്യം ഇച്ചിരി പൊട്ടും പൊടിയൊക്കെ ചേർത്താണ് പറഞ്ഞെങ്കിലും ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി. കാരണം ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു വെറുപ്പുണ്ടല്ലോ, അതായത് വെറുപ്പ്, ഈ വെളുപ്പിൽ കാണുന്ന ഈ ഒരു വെറുപ്പ് എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു വെറുപ്പ് തന്നെ. കാരണം നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ പണ്ടേ പടിയടച്ച് പിണ്ടം വെച്ചതാ. ഈ വർഗീയവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന സവർണ മേധാവിത്വം, ഈ പറയുന്ന BJP RSSന്റെ ഒക്കെ കേരളത്തിലേക്കുള്ള ഒരു കടന്നു കയറ്റമാണ് ഈ പറയുന്ന പിഴച്ച സന്തതികൾക്കൊക്കെ ഇത് പറയാനായിട്ടുള്ള ഒരു ധൈര്യവും ആർജവും ഇവിടെ ഉണ്ടായി കൊടുക്കുന്നത്. ഇതിനൊക്കെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കണം. ഇതിന് ശക്തമായ രീതിയിൽ ഇവർക്കെതിരെ നടപടി എടുക്കണം. അവരുടെ പ്രായവും കോപ്പവും ഒന്നും നോക്കരുത്, നടപടി എടുത്ത് ഇവരെയൊക്കെ ഉള്ളിലടക്കണം. കാരണം ഇനി ഒരാളും ഇതുപോലെ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് അതിപരമായിട്ടോ അല്ലെങ്കിൽ അവന്റെ കളറിനെ കുറിച്ചിട്ടോ ഒരു ലെവൻഡോക്കി മോളും ഇതുപോലെ സംസാരിക്കാൻ പാടില്ല. സത്യം പറയാനാണല്ലോ, നമ്മുടെയൊക്കെ തള്ളയെക്കാട്ടി കൂടുതൽ പ്രായം ഇവർക്കൊക്കെ ഉണ്ട്, എന്നാൽ പോലും ആ ഒരു ബഹുമാനം പോലും നമ്മൾ ഇവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണല്ലേ ഇവരൊക്കെ. എന്തായാലും ഇതിൽ നല്ലൊരു മറുപടി സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് പ്രേക്ഷകരിലേക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ അയക്കുന്ന ഓരോ കമന്റും ഉണ്ടല്ലോ, സത്യഭാമ കാളി എന്ന ഈ ഒരു കൂതറ സ്ത്രീയുടെ ചെകിട്ട തടിക്കുന്നതായിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്കൊരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഇന്നലെ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം ഇതുപോലെ ഇങ്ങനെ നട്ടലോടുകൂടി ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെടുപ്പായിട്ട് പറയുന്നത്, കാരണം നമുക്കൊരു പരിധി ഉണ്ടല്ലോ പറയുന്നതിന്. അതുകൊണ്ട് ഇവർക്കൊന്നും അതിൻ്റെ പരിധികളില്ല, അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ ഇങ്ങനെ പറയുന്ന ഈ സാധനത്തിനൊക്കെ ഇതിനെക്കാട്ടി രൂക്ഷമായ ഭാഷയിലാണ് മറുപടി കൊടുക്കേണ്ടത്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ. നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീസ് ടു എന്റർടൈൻമെന്റ്.